ഹലോ ഓൾ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഞാൻ നിങ്ങളുടെ എക്കണോമിക്സ് ഫാക്കൽറ്റി ദേവദത്തൻ. പുതിയൊരു വർഷം ആരംഭിച്ചിരിക്കുകയാണ്. ആൻഡ് ഈ പുതിയ വർഷത്തിൽ നിങ്ങളുടെ ഏവരുടെയും പ്രധാനപ്പെട്ട ലക്ഷ്യമെന്നുള്ളത് JRFോട് കൂടി നെറ്റ് ക്ലിയർ ചെയ്യുക എന്നുള്ളതായിരിക്കും. ഈ ലക്ഷ്യത്തിൽ എത്താനായിട്ടുള്ള ആദ്യത്തെ അവസരം വരുന്ന ജൂൺ മാസം നടക്കാൻ പോവുകയാണ്. അതെ, ഈ വർഷത്തെ ആദ്യത്തെ UGC നെറ്റ് എക്സാം ജൂൺ 2024 നടക്കാൻ പോകുന്നത്. ആൻഡ് ഈ ഒരു എക്സാമിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് തന്നെ നിങ്ങളെ സഹായിക്കാനായിട്ട് കോമ്പറ്റേറ്റീവ് ക്രാക്കർ പുതിയൊരു ബാച്ച് ആരംഭിച്ചിരിക്കുകയാണ്. ഈ ബാച്ചിൻ്റെ പ്രത്യേകത, നിങ്ങൾക്ക് മുൻ വർഷങ്ങളിൽ ചോദിച്ചിരിക്കുന്ന ചോദ്യങ്ങളും അതേപോലെ തന്നെ നിങ്ങൾക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളും ഒക്കെ കമ്പൈൽ ചെയ്തുകൊണ്ട് 2000-ലധികം ചോദ്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഈ ഒരു കോഴ്സിൽ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. സിലബസിൽ കൊടുത്തിരിക്കുന്ന എല്ലാ ടോപ്പിക്കുകളുമായിട്ട് ബന്ധപ്പെട്ട കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള വീഡിയോ ക്ലാസ്സുകളും അവയുടെ നോട്ട്സും നിങ്ങൾക്ക് ഈ ഒരു കോഴ്സിൽ അവൈലബിൾ ആണ്. അതുകൊണ്ട് ഒട്ടും സമയം കളയേണ്ട, ജൂൺ 2024 തന്നെ നിങ്ങൾക്ക് UGC നെറ്റ് ക്ലിയർ ചെയ്യാൻ സാധിക്കട്ടെ, അതും JRFോട് കൂടി ക്ലിയർ ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ഞാൻ നിങ്ങളെ ആശംസിക്കുകയാണ്. കോമ്പറ്റേറ്റീവ് ക്രാക്കറിനോടൊപ്പം നിങ്ങളുടെ യാത്ര തുടങ്ങുക. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ലക്ഷ്യത്തിലേക്ക് എത്താൻ സാധിക്കുന്നതാണ്. ആൻഡ് ഈ ലക്ഷ്യത്തിലെത്തുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്നുള്ളത്, ഈ ഒരു പ്രിപ്പറേഷൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്നുള്ളത് മുൻവർഷങ്ങളിലെ ചോദ്യങ്ങൾ ക്ലിയർ ചെയ്യുക എന്നുള്ളതാണ്. ഈ ഒരു കാര്യം മുൻനിർത്തിക്കൊണ്ട് തന്നെ നിങ്ങൾക്ക് മുന്നിലേക്ക് കുറച്ച് ചോദ്യങ്ങളുമായിട്ടാണ് ഈ വീഡിയോയിൽ ഞാൻ എത്തുന്നത്. സോ അധികം സമയം കളയുന്നില്ല, നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം. 2023 ജൂണിലും മാർച്ചിലും അതേപോലെ ഡിസംബറിലും നടത്തിയിരുന്ന പരീക്ഷകളിൽ നിന്നും കുറച്ച് ചോദ്യങ്ങൾ എടുത്തിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഇന്ന് വന്നിരിക്കുന്നത്. ആദ്യത്തെ ചോദ്യം ഇന്ത്യൻ ഇക്കോണമിയുമായിട്ട് ബന്ധപ്പെട്ടാണ്. നീതി ആയോഗുമായിട്ട് ബന്ധപ്പെട്ട്, ഇന്ത്യയുടെ പോവർട്ടിയുമായിട്ട് ബന്ധപ്പെട്ട് നീതി ആയോഗ് നടത്തിയിട്ടുള്ള എസ്റ്റിമേറ്റുമായിട്ട് ബന്ധപ്പെട്ടാണ് ആദ്യത്തെ ചോദ്യം. Based on NITI Aayog estimate of poverty for the year 2011-12, the states with above 30% rural poverty are A. Manipur, B. Bihar, C. Sikkim, D. Uttar Pradesh and E. Nagaland. ചോദ്യം വന്നിരിക്കുന്നത് നീതി ആയോഗിൻ്റെ പോവർട്ടി എസ്റ്റിമേറ്റ്, അതും 2011-12 വർഷത്തിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള നീതി ആയോഗിൻ്റെ പോവർട്ടി എസ്റ്റിമേറ്റ് പ്രകാരം താഴെ കൊടുത്തിരിക്കുന്ന സംസ്ഥാനങ്ങളിൽ 30%-ലധികം റൂറൽ പോവർട്ടി ഉള്ള സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ്. മണിപ്പൂർ, ബീഹാർ, സിക്കിം, ഉത്തർപ്രദേശ്, നാഗാലാൻഡ്. ഇവയിൽ 30%-ലധികം റൂറൽ പോവർട്ടി ഉള്ളത് ഏത് സംസ്ഥാനങ്ങളിലാണ്, അല്ലെങ്കിൽ ഇവയിൽ ഏത് സംസ്ഥാനങ്ങളാണ് 30%-ലധികം റൂറൽ പോപ്പുലേഷൻ ബിലോ പോവർട്ടി ലൈനിലുള്ളത് എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ഇവിടെ നമുക്ക് കൊടുത്തിരിക്കുന്ന ഈ ഒരു ലിസ്റ്റ് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാകും. ഞാനിവിടെ കൊടുത്തിരിക്കുന്നത് 30%-ന് മുകളിൽ ബിലോ പോവർട്ടി ലൈനിൽ ഉള്ള റൂറൽ പോപ്പുലേഷനിലുള്ള സംസ്ഥാനങ്ങളാണ്. അതിൽ അരുണാചൽ പ്രദേശ് വരുന്നുണ്ട്. അരുണാചൽ പ്രദേശിൽ 38.93%, ആസാമിൽ 33.89%, ബീഹാറിൽ 34.06%, ഛത്തീസ്ഗഡ് 44.61%, ജാർഖണ്ഡ് 40.84%, മധ്യപ്രദേശ് 35.74%, മണിപ്പൂർ 38.8%, മിസോറാം 35.43%, ഒഡീഷ 35.69%, ഉത്തർപ്രദേശ് 30.4%. അപ്പോൾ ഇത്രയും സംസ്ഥാനങ്ങളിലെ റൂറൽ പോപ്പുലേഷനുകളാണ് ബിലോ പോവർട്ടി ലൈനിൽ, 30%-ലധികം റൂറൽ പോപ്പുലേഷനുകളും ബിലോ പോവർട്ടി ലൈനിലുള്ളത്. അപ്പോൾ താഴെ കൊടുത്തിരിക്കുന്ന ഓപ്ഷനിൽ ഇവയിൽ ഏതൊക്കെ താഴെ നമുക്ക് മുമ്പേ ഉള്ള ചോദ്യത്തിൽ ഓപ്ഷനിലുണ്ടെന്ന് നോക്കാം. മണിപ്പൂർ, ഇതിനകത്ത് മണിപ്പൂർ കൊടുത്തിട്ടുണ്ടോ? ഉണ്ട്. ബീഹാറും കൊടുത്തിട്ടുണ്ട്. സിക്കിം കൊടുത്തിരിക്കുന്ന ലിസ്റ്റിനകത്ത് സിക്കിം എന്നുള്ള സംസ്ഥാനം കാണുന്നില്ല. ഉത്തർപ്രദേശ്, യെസ്, ഉത്തർപ്രദേശിൽ 30.4%. നാഗാലാൻഡ് ഇതിൽ കൊടുത്തിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ നമ്മൾക്ക് വന്നിരിക്കുന്ന ചോദ്യത്തിൽ മണിപ്പൂർ, ബീഹാർ, ഉത്തർപ്രദേശ്, ഈ 3 ഓപ്ഷനുകളുമാണ് 30%-ന് മുകളിൽ റൂറൽ പോവർട്ടി ഉള്ള സംസ്ഥാനങ്ങൾ നീതി ആയോഗിൻ്റെ 2011-12 വർഷത്തിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള പോവർട്ടി എസ്റ്റിമേറ്റിൽ. അപ്പോൾ A, B and D വരുന്ന ഓപ്ഷൻ ഏതാണ്? യെസ്, ഓപ്ഷൻ ഡി, A, B and D ആണ് നമ്മളുടെ ശരിയായിട്ടുള്ള ഉത്തരം. ഓപ്ഷൻ A, B and D, അതായത് മണിപ്പൂർ, ബീഹാർ, ഉത്തർപ്രദേശ്, ഈ കൊടുത്തിരിക്കുന്ന സംസ്ഥാനങ്ങളിൽ മണിപ്പൂർ, ബീഹാർ, ഉത്തർപ്രദേശ്, ഈ 3 സംസ്ഥാനങ്ങളാണ് 30%-ലധികം റൂറൽ പോവർട്ടി അഥവാ റൂറൽ പോപ്പുലേഷനിൽ ബിലോ പോവർട്ടി ലൈനിൽ 30%-ലധികം ആളുകളുള്ളത് ഈ കൊടുത്തിരിക്കുന്ന സംസ്ഥാനങ്ങളിലാണ്. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ഓക്കെ, ഇത് മാക്രോ എക്കണോമിക്സിൽ നിന്നുമുള്ള ഒരു ന്യൂമറിക്കലാണ്. When MPS is 0.25 and initial increase in autonomous spending is ₹100, then the expenditure multiplier and resultant increase in GDP respectively are. അത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു ന്യൂമറിക്കലാണ്.
നമ്മൾക്ക് ഇവിടെ കൊടുത്തിരിക്കുന്നത് MPS മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു സേവും ഉണ്ട്. അതേപോലെ തന്നെ ചേഞ്ച് ഇൻ ഓട്ടോണമസ് സ്പെൻഡിങ്, ചേഞ്ച് ഇൻ എക്സ്പെൻഡിച്ചർ, ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ നമുക്ക് കണക്കാക്കാം. നമ്മൾക്ക് അത് ₹100 ആണെന്നും കൊടുത്തിട്ടുണ്ട്. സോ ഇതിൽ നിന്നും നമ്മൾക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ഈ താഴെ കൊടുത്തിരിക്കുന്ന ഓപ്ഷനിൽ നിന്ന് ഈ കിട്ടിയിരിക്കുന്ന ഇൻഫർമേഷൻ ഉപയോഗിച്ച് നമ്മൾക്ക് എക്സ്പെൻഡിച്ചർ മൾട്ടിപ്ലയറും അതേപോലെ തന്നെ ഇൻക്രീസ് ഇൻ GDP യുമാണ് കണ്ടെത്തേണ്ടത്. സോ താഴെ കൊടുത്തിരിക്കുന്ന ഓപ്ഷനുകളിൽ എത്രയാണ് എക്സ്പെൻഡിച്ചർ മൾട്ടിപ്ലയർ, ഏതാണ് ശരിയായ GDP ഇൻക്രീസ് എന്നുള്ളത് നമുക്ക് നോക്കാം. ആദ്യം തന്നെ നമുക്ക് MPS നമുക്ക് കൊടുത്തിരിക്കുന്നത് 0.25. അതുപോലെ ചേഞ്ച് ഇൻ എക്സ്പെൻഡിച്ചർ കൊടുത്തിരിക്കുന്നത് നമുക്ക് ₹100 ആണെന്നാണ് കൊടുത്തിരിക്കുന്നത്. ഈ പറയുന്ന മൾട്ടിപ്ലയർ വാല്യൂ കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. മൾട്ടിപ്ലയറിൻ്റെ ഫോർമുല, ഇപ്പോൾ എക്സ്പെൻഡിച്ചർ മൾട്ടിപ്ലയറിൻ്റെ ഫോർമുല എന്താണ്? 1/1 - MPC. സോ മൾട്ടിപ്ലയർ K is equal to 1/1 - MPC. 1 - MPC എന്നുള്ളത് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം, മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു സേവും കൂടെയാണ്. സോ ഇറ്റ് ഈസ് ഈക്വൽ ടു 1/MPS. അപ്പോൾ നമുക്കിവിടെ MPS തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈസിലി അതിൽ നിന്നും മൾട്ടിപ്ലയർ കണ്ടെത്താം. 1 / 0.25 which is equal to 4. 4 എന്നുള്ളതാണ് നമ്മളുടെ മൾട്ടിപ്ലയർ വാല്യൂ എന്നുള്ളത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കണ്ടെത്തിയിരിക്കുന്നു. ആൻഡ് ഇതിൽ നിന്ന് തന്നിരിക്കുന്ന ഓപ്ഷനകത്ത് 4 എവിടെയാണുള്ളത്? ഒരൊറ്റ മാത്രമേ ഉള്ളൂ, ഓപ്ഷൻ C. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ C ആണ് നമ്മളുടെ ശരിയായ ഉത്തരം, വിച്ച് ഇസ് മൾട്ടിപ്ലയർ ഇസ് ഈക്വൽ ടു 4. ആൻഡ് എങ്ങനെ ഈ ഓട്ടോണമസ് സ്പെൻഡിങ് 100 ആകുമ്പോൾ GDP ഉണ്ടാകുന്ന വർധനവ്, മൾട്ടിപ്ലയറിൻ്റെ വാല്യൂ 4 ആകുമ്പോൾ GDP ഉണ്ടാകുന്ന വർധനവ് എങ്ങനെ 400 ആയി എന്നുള്ളതും കൂടി ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. നമ്മൾക്കറിയാം മൾട്ടിപ്ലയറിൻ്റെ വാല്യൂവിനെ നമുക്ക് മറ്റൊരു രീതിയിലും കണക്കാക്കാം, Δy/Δi. അഥവാ I എന്നുള്ളതിനെക്കാട്ടിലും നിങ്ങൾക്ക് വേണമെങ്കിൽ എക്സ്പെൻഡിച്ചറിലുള്ള ചേഞ്ച് എന്ന് വേണമെങ്കിലും നിങ്ങൾക്ക് വരുത്താൻ സാധിക്കും. ഇപ്പോൾ മൾട്ടിപ്ലയർ വാല്യൂ 4 ആണെന്ന് നമ്മൾ കണ്ടു. ചേഞ്ച് ഇൻ ഇൻകം ആണ്, അല്ലെങ്കിൽ GDP-യിലുള്ള വർധനമാണ്, മാറ്റമാണ്, വ്യത്യാസമാണ് നമ്മൾ കണ്ടെത്താനുള്ളത്. സോ Δy അതേപോലെ ഇടുക. ചേഞ്ച് ഇൻ എക്സ്പെൻഡിച്ചർ നമ്മൾക്ക് 100 ആണെന്നും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ GDP-യിൽ ഉണ്ടാകുന്ന ചേഞ്ച് 4 × 100 which is equal to 400. സോ ഇങ്ങനെയാണ് നമ്മൾക്ക് 400 എന്നുള്ള ആ ഒരു വാല്യൂ കിട്ടിയിരിക്കുന്നത്. എനിവേസ് ഓപ്ഷനിൽ മൾട്ടിപ്ലയർ വാല്യൂ 4 എന്നുള്ളത് ഒരു ഒറ്റ ഓപ്ഷൻ ആയതുകൊണ്ട് തന്നെ അത് തന്നെയാണ് ശരിയായ ഉത്തരം എന്നുള്ളത് നമുക്ക് ഓൾറെഡി ഓൾറെഡി അസ്യൂം ചെയ്യാം. എന്നാൽ പോലും 400 എങ്ങനെ കിട്ടി എന്നുള്ളത് നിങ്ങൾക്ക് കുറച്ചുകൂടെ ക്ലാരിഫിക്കേഷൻ ഉണ്ടാകാൻ വേണ്ടിയാണ് ഞാൻ ഇത്രയും എക്സ്പ്ലെയിൻ ചെയ്തത്. സോ ദി കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ C. മൾട്ടിപ്ലയർ വാല്യൂ ഇസ് 4 ആൻഡ് റിസൾട്ടൻ്റ് ഇൻക്രീസ് ഇൻ GDP ഇസ് ₹400. മൂവിങ് ഓൺ. ഇതും മാക്രോ എക്കണോമിക്സിൽ നിന്നുമുള്ള മറ്റൊരു ചോദ്യമാണ്. 2 സ്റ്റേറ്റ്മെൻറ്റുകൾ നമ്മൾക്ക് ഇവിടെ തന്നിട്ടുണ്ട്. ആൻഡ് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിൻ്റെ വെളിച്ചത്തിൽ താഴെ കൊടുത്തിരിക്കുന്ന ഓപ്ഷനിൽ കൃത്യമായിട്ടുള്ള ഉത്തരം ഏതാണെന്നാണ് നിങ്ങൾ കണ്ടെത്തേണ്ടത്. ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ്, ഇത് തിയറി ഓഫ് ഡിമാൻഡ് ഫോർ മണിയുമായിട്ട് ബന്ധപ്പെട്ട്, ഫ്രീഡ്മാൻ്റെ തിയറിയുമായിട്ട് ബന്ധപ്പെട്ടാണ്. സ്റ്റേറ്റ്മെൻറ്റ് 1 സേസ് ഫ്രീഡ്മാൻസ് തിയറി ഓഫ് ദ ഡിമാൻഡ് ഫോർ മണി ഇസ് പാർട്ട്ലി കെയ്നീഷ്യൻ ആൻഡ് പാർട്ട്ലി നോൺ കെയ്നീഷ്യൻ. ആൻഡ് സ്റ്റേറ്റ്മെൻറ്റ് 2 സേസ് it is non-Keynesian in that Friedman neglects completely Keynes' clarification of the motives for holding money and the corresponding components of demand for money. ഈ കൊടുത്തിരിക്കുന്ന 2 സ്റ്റേറ്റ്മെൻറ്റുകൾക്കകത്തു നിന്നും ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഏതാണ്, അതോ ഇവ രണ്ടും തെറ്റാണോ, അതോ ഇവ രണ്ടും ഒരുപോലെ ശരിയാണോ എന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. അപ്പോൾ നമുക്ക് നോക്കാം. ആൻഡ് ഫ്രീഡ്മാൻ്റെ തിയറി ഇപ്പോൾ എല്ലാവരും പറയുന്നത് പാർട്ട്ലി കെയ്നീഷ്യൻ എന്നും അതുപോലെ തന്നെ പാർട്ട്ലി നോൺ കെയ്നീഷ്യൻ എന്നുമാണ്. കെയ്നീഷ്യൻ തിയറി ഓഫ് ഡിമാൻഡ് ഫോർ മണിയുടെ കുറച്ച് എലമെൻറ്റുകൾ ഫ്രീഡ്മാൻ്റെ തിയറിയിൽ കാണാനായിട്ട് സാധിക്കും. ഇൻഫാക്ട് ഫ്രീഡ്മാൻ്റെ തിയറീനെ വിളിക്കുന്നത് തന്നെ റീസ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ദ ക്വാണ്ടിറ്റി തിയറി ഓഫ് മണി എന്നുള്ളതാണ്. ഡിമാൻഡ് ഫോർ മണി അഥവാ തിയറി ഓഫ് മണിയുടെ ഒരു റീസ്റ്റേറ്റ്മെൻറ്റ്, റീഇൻറ്റർപ്രിറ്റേഷൻ ആയിട്ടാണ് നമുക്ക് കണക്കാക്കാൻ സാധിക്കുന്നത്. അത് റീഇൻറ്റർപ്രിറ്റേഷൻ ആയതുകൊണ്ട് തന്നെ ഇതിന് മുൻപ് വന്നിട്ടുള്ള തിയറികളുടെ എലമെൻറ്റുകൾ നമുക്ക് അതിൽ കാണാനായിട്ട് സാധിക്കും. He incorporated important aspects of Keynes' theory such as emphasis of role of money as an asset. കെയ്ൻസ് പണത്തിനെ ഒരു അസറ്റ് എന്നുള്ള രീതിയിൽ, അല്ലെ പണത്തിനെ അസറ്റിൻ്റെ റോളിൽ വളരെയധികം ഇമ്പോർട്ടൻസ് കണ്ടെത്തിയിരുന്നു. അതേ വാല്യൂ തന്നെ, അല്ലെങ്കിൽ അതേ ഇമ്പോർട്ടൻസ് ഫ്രീഡ്മാൻ്റെ തിയറിയിലും പണം എന്നുള്ളതിന് കാണാനായിട്ട് സാധിക്കും. പണത്തിനെ അസറ്റായിട്ട് കാണുന്നത് ഫ്രീഡ്മാൻ്റെ തിയറിയിൽ നമുക്ക് കാണാൻ സാധിക്കും. ഹെൻസ് അത് കെയ്നീഷ്യൻ ആണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. എന്നാൽ he differs from Keynes in views such as highly stable demand for money as against unstable demand for money as per Keynes. കെയ്ൻസിൻ്റെ വ്യൂവിൽ, അതായത് ഫ്രീഡ്മാൻ്റെ വ്യൂവിൽ
ഡിമാൻഡ് ഫോർ മണി എന്നുള്ളത് വളരെ സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ഫംഗ്ഷനാണ്. അതായത് പക്ഷേ അതേസമയം കെയ്ൻസിൻ്റെ വ്യൂവിൽ ഡിമാൻഡ് ഫോർ മണി എന്നുള്ളത് വളരെ അൺസ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ഫംഗ്ഷനാണ്. അപ്പോൾ ഇവ രണ്ടും ഒപ്പോസിംഗ് ആയിട്ടുള്ള ഫീച്ചറാണ് കെയ്ൻസിൻ്റെയും അതേപോലെ തന്നെ ഫ്രീഡ്മാൻ്റെയും. Also, he assumes that the proportion of income held in the form of money is constant, while Keynes believes it varies. Furthermore, Friedman neglects the motives for holding money. അതേപോലെ തന്നെ ഫ്രീഡ്മാൻ കെയ്ൻസ് പറയുന്നുണ്ട് പണം ഹോൾഡ് ചെയ്യുന്നതല്ലേ ലിക്വിഡിറ്റി ആളുകൾ കൈവശം വെക്കുന്നതിന് അതിൻ്റേതായിട്ടുള്ള മോട്ടീവുകൾ ഉണ്ടെന്നുള്ളത് കെയ്ൻസിൻ്റെ തിയറിയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ്. പക്ഷേ ഫ്രീഡ്മാൻ ഇതിനെ കംപ്ലീറ്റ്ലി നിഗ്ലക്റ്റ് ചെയ്യുന്നുണ്ട്. ഇനി നമ്മൾക്ക് മുമ്പുള്ള സ്റ്റേറ്റ്മെൻറ്റിലേക്ക് പോകാം. ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത് കറക്റ്റാണ്. കെയ്നീഷ്യൻ പാർട്ട്ലി കെയ്നീഷ്യൻ ആൻഡ് ഇറ്റ് ഇസ് പാർട്ട്ലി നോൺ കെയ്നീഷ്യൻ. കെയ്നീഷ്യൻ ആകുന്നത് എന്തുകൊണ്ടാണെന്ന് നമ്മൾ കണ്ടു. മണി എന്നുള്ളതിനെ അസറ്റായിട്ട് രണ്ടുപേരും കാണുന്നത് കൊണ്ട് തന്നെ അതിനെ നമുക്ക് കെയ്നീഷ്യൻ എന്ന് വിളിക്കാം. നോൺ കെയ്നീഷ്യൻ എന്ന് പറയാൻ എന്താണ് കാരണം? ഇപ്പോൾ കെയ്ൻസിൻ്റെ പല കോൺസെപ്റ്റുകളെ ഇപ്പോൾ സ്റ്റേബിൾ ഡിമാൻഡ് ഫോർ മണീനെ അല്ലെങ്കിൽ അൺസ്റ്റേബിൾ ഡിമാൻഡ് ഫോർ മണി കെയ്ൻസ് കണ്ടിരുന്നത് ഡിമാൻഡ് ഫോർ മണി അൺസ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ ആണെന്നാണ്. പക്ഷേ ഫ്രീഡ്മാൻ അതിനെ വളരെ സ്റ്റേബിൾ ആയിട്ടുള്ള ഒന്നായിട്ടാണ് അസ്യൂം ചെയ്തിരുന്നത്. സോ അങ്ങനെ അത് നോൺ കെയ്നീഷ്യനുമാണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്, ഇറ്റ് ഈസ് നോൺ കെയ്നീഷ്യൻ ഇൻ ദാറ്റ് ഫ്രീഡ്മാൻ നിഗ്ലെക്ട്സ് കംപ്ലീറ്റ്ലി കെയ്ൻസ് ക്ലാരിഫിക്കേഷൻ ഓഫ് ദ മോട്ടീവ്സ് ഫോർ ഹോൾഡിംഗ് മണി ആൻഡ് ദ കറസ്പോണ്ടിങ് കോമ്പണൻസ് ഓഫ് ഡിമാൻഡ് ഫോർ മണി. നമ്മൾ മുമ്പേ കണ്ട അതേ സ്റ്റേറ്റ്മെൻറ്റ്, ലാസ്റ്റ് കണ്ട ആ സ്റ്റേറ്റ്മെൻറ്റ് നോക്കിക്കേ. ഫർദർമോർ ഹി നിഗ്ലെക്ട്സ് ദ മോട്ടീവ്സ് ഫോർ ഹോൾഡിംഗ് മണി. അതായത് ലിക്വിഡിറ്റി കൈവശം വെക്കുന്നതിൽ, പണം കൈവശം വെക്കുന്നതിൻ്റെ മോട്ടീവുകൾ പലതുമുണ്ട്. ട്രാൻസാക്ഷൻ മോട്ടീവ്, പ്രിക്കോഷണറി മോട്ടീവ്, സ്പെക്കുലേറ്റീവ് മോട്ടീവ് എന്നിങ്ങനെ കെയ്ൻസ് പല മോട്ടീവുകളുടെ അടിസ്ഥാനത്തിലാണ് ആളുകൾ പണം ഡിമാൻഡ് ചെയ്യുന്നത് എന്നുള്ളതാണ് കണക്കാക്കിയിരുന്നത്. പക്ഷേ ഫ്രീഡ്മാൻ അതിനെ കംപ്ലീറ്റ്ലി നിഗ്ലക്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ കൊടുത്തിരിക്കുന്ന രണ്ട് സ്റ്റേറ്റ്മെൻറ്റുകളും വളരെ ശരിയായിട്ടുള്ളവയാണ്. സോ ദി ആൻസർ ഇസ് ഓപ്ഷൻ എ. ബോത്ത് സ്റ്റേറ്റ്മെൻറ്റ് 1 and 2 ആർ ട്രൂ. ഓക്കെ, സോ ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ ഫോർ യു. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ഇവിടെ നമ്മൾക്ക് പല തിയറികളാണ് കൊടുത്തിരിക്കുന്നത്. ആൻഡ് ഈ തിയറി പ്രപ്പോസ് ചെയ്ത ആളുകളുടെ ലിസ്റ്റും ഇപ്പുറത്ത് രണ്ടാമത്തെ ലിസ്റ്റിലായിട്ട് കൊടുത്തിട്ടുണ്ട്. സോ ഇതിൽ കൃത്യമായിട്ടുള്ളത് ഏതൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. പെർമനൻറ്റ് ഇൻകം ഹൈപ്പോത്തസിസ്. ആരാണ് പെർമനൻറ്റ് ഇൻകം ഹൈപ്പോത്തസിസിൻ്റെ വക്താവ്? നമുക്ക് എല്ലാവർക്കും അറിയാം, മിൽട്ടൺ ഫ്രീഡ്മാൻ്റെ പ്രധാനപ്പെട്ട ഒരു ഐഡിയ അല്ലെങ്കിൽ ഒരു തിയറിയാണ് പെർമനൻറ്റ് ഇൻകം ഹൈപ്പോത്തസിസ് എന്നുള്ളത്. അപ്പോൾ മിൽട്ടൺ ഫ്രീഡ്മാൻ്റേത് ഓപ്ഷൻ എ പെർമനൻറ്റ് ഇൻകം ഹൈപ്പോത്തസിസ് രണ്ടാമത്തെ ലിസ്റ്റിലെ സെക്കൻഡ് ഓപ്ഷൻ ആയിട്ടുള്ള മിൽട്ടൺ ഫ്രീഡ്മാനുമായിട്ടാണ് ചേർന്ന് പോകുന്നത്. അതേസമയം ലൈഫ് സൈക്കിൾ ഹൈപ്പോത്തസിസിൻ്റെ വക്താവായിട്ട് കണക്കാക്കുന്നത് ഫ്രാങ്കോ മോഡിഗ്ലിയാനിയാണ്. ആൻഡ് ഇവിടെ നമുക്ക് നോക്കാം ഓപ്ഷൻ A2 ആൻഡ് ഓപ്ഷൻ B3. ഇത് വരുന്നത് ഏതിനകത്തൊക്കെയാണ്? A2 B3 എന്നുള്ളത് ഓപ്ഷൻ സിയും ഡിയുമാണ്. അപ്പോൾ നമുക്ക് മുകളിലുള്ള രണ്ട് ഓപ്ഷനെ ക്യാൻസൽ ഔട്ട് ചെയ്യാം. ഇനി നമുക്ക് രണ്ട് ഓപ്ഷനുകളാണ് ബാക്കിയുള്ളത്. റിയൽ ബിസിനസ് സൈക്കിൾ തിയറികളുടെ വക്താവായിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റില്ലെങ്കിലും ആ സ്കൂൾ ഓഫ് തോട്ടിൽ വരുന്ന ആളുകളാണ് എഫ് കിഡ്ലൻഡ് ആൻഡ് ഇ പ്രെസ്കോട്ട് എന്ന് പറയുന്ന ഈ രണ്ട് ഇക്കോണമിസ്റ്റുകൾ. സോ നമുക്ക് C4 വരുന്നത് ഇവിടെ കൊടുത്തിരിക്കുന്ന ഓപ്ഷൻ സിയിലാണ്. നമ്മൾക്കിങ്ങനെ എലിമിനേറ്റ് ചെയ്ത് പോകുമ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ ഉത്തരത്തിലേക്ക് എത്താനായിട്ട് സാധിക്കും. നമുക്ക് ഇപ്പോൾ എല്ലാ ഉത്തരങ്ങളും എല്ലാ ഓപ്ഷനുകളും കൃത്യമായിട്ട് അറിയില്ലെങ്കിൽ കൂടിയും നമുക്ക് മാച്ച് ദ ഫോളോയിങ് പോലെയുള്ള പല ചോദ്യങ്ങളുടെയും എലിമിനേഷൻ സ്ട്രാറ്റജി ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് കറക്റ്റായിട്ടുള്ള ഉത്തരത്തിലേക്ക് ചെല്ലാൻ സാധിക്കും. സോ ഇവിടെ റിയൽ ബിസിനസ് സൈക്കിളിൻ്റേത് കിഡ്ലാൻഡ് ആൻഡ് പ്രെസ്കോട്ട്. സോ അവരുടെ ഓപ്ഷൻ കണക്റ്റ് ആവുന്നത് C4 ആൻഡ് C4 കറസ്പോണ്ടിങ് ഓപ്ഷൻ സി ആണ്. സോ നമ്മളുടെ കറക്റ്റായിട്ടുള്ള ഉത്തരം ഓപ്ഷൻ സി, where permanent income hypothesis was proposed by Milton Friedman, life cycle hypothesis by Franco Modigliani, real business cycle by Kydland and Prescott, and finally policy ineffectiveness proposition by Sargent and Wallace. So ഇതാണ് ശരിയായിട്ടുള്ള ഉത്തരം. അടുത്ത ചോദ്യം. ഇവിടെ നമ്മൾക്ക് പലതരത്തിലുള്ള മോണിറ്ററി ആഗ്രിഗേറ്റുകൾ, നമ്മൾക്കറിയാം M0, M1, M2, നാരോ മണി, ബ്രോഡ് മണി, ഹൈ പവേർഡ് മണി എന്നിങ്ങനെ പല മോണിറ്ററി ആഗ്രിഗേറ്റുകളും നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്ന ചോദ്യം എന്ന് പറയുന്നത് RBIയുടെ തേർഡ് വർക്കിംഗ് ഗ്രൂപ്പിൻ്റെ സജഷൻസ് പ്രകാരം ഈ കൊടുത്തിരിക്കുന്നതിനകത്ത് ടൈം ഡെപ്പോസിറ്റുകളുടെ കാലയളവ് 1 വർഷമോ അതിൽ താഴെയോ ആയിട്ട് കൊടുത്തിരിക്കുന്നത് ഏത് മോണിറ്ററി ആഗ്രിഗേറ്റിലാണ് എന്നാണ് ചോദ്യം. So among the new monetary aggregates suggested by the third working group of RBI, which one or ones include time deposits of term less than or equal to 1 year but does not include the time deposits with term more than 1 year? ഈ കൊടുത്തിരിക്കുന്ന ആഗ്രിഗേറ്റുകളിൽ ടൈം ഡെപ്പോസിറ്റിൻ്റെ കാലയളവ് 1 വർഷമോ അതിൽ താഴെയോ ആയിട്ടുള്ളത് ഏത് ആഗ്രിഗേറ്റിലാണ് എന്നുള്ളതാണ് ചോദ്യം.
ചോദ്യം നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ടൈം ഡെപ്പോസിറ്റിൻ്റെ കാലയളവ് അല്ലെങ്കിൽ മെച്യൂരിറ്റി പീരീഡ് മാക്സിമം 1 വർഷമോ അല്ലെങ്കിൽ അതിൽ താഴെയോ ഉള്ള ഡെപ്പോസിറ്റുകൾ ഏതൊക്കെയാണോ അവയെ ഉൾപ്പെടുത്തുന്ന മോണിറ്ററി ആഗ്രിഗേറ്റ് ഇവയിൽ ഏതെല്ലാമാണ് എന്നാണ് നമുക്ക് വന്നിരിക്കുന്ന ചോദ്യം. അതും തേർഡ് വർക്കിംഗ് ഗ്രൂപ്പിൻ്റെ സജഷൻസ് പ്രകാരം, RBIയുടെ തേർഡ് വർക്കിംഗ് ഗ്രൂപ്പിൻ്റെ സജഷൻസ് പ്രകാരമാണ്. ആ ഒരു സജഷൻസ് പ്രകാരം ഏത് മോണിറ്ററി ആഗ്രിഗേറ്റിലാണെന്നാണ് ചോദ്യം. അത് ഓപ്ഷൻ എയിൽ മാത്രമാണോ, അതോ ഓപ്ഷൻ സിയിൽ മാത്രമാണോ, അതോ ഓപ്ഷൻ സി ആൻഡ് ഡി, അതായത് NM2 NM3 ആണോ, അതോ ഓപ്ഷൻ ബി ആൻഡ് സി NM1 NM2 ആണോ, ഏതാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. ആദ്യം തന്നെ 3 വർക്കിംഗ് ഗ്രൂപ്പുകളാണ്. ഇത് നിങ്ങൾക്ക് കുറച്ച് അഡീഷണൽ ഇൻഫർമേഷനാണ് ഞാൻ തരുന്നത്. RBIയുടെ കീഴിൽ 3 വർക്കിംഗ് ഗ്രൂപ്പുകളാണ് പ്രധാനമായിട്ടും ഈ പറയുന്ന മോണിറ്ററി ആഗ്രിഗേറ്റ്, മോണിറ്ററി പോളിസിയുമായിട്ട് വന്നിട്ടുള്ള. ഒന്ന് ഫസ്റ്റ് വർക്കിംഗ് ഗ്രൂപ്പ്, അത് 1961, രണ്ടാമത്തെ വർക്കിംഗ് ഗ്രൂപ്പ് 1977, മൂന്നാമത്തേത് 1998. നമ്മളുടെ മുൻ RBI ഗവർണറായിട്ടുള്ള YV റെഡ്ഡി ആയിരുന്നു മൂന്നാമത്തെ വർക്കിംഗ് ഗ്രൂപ്പിൻ്റെ ചെയർമാനായിട്ട് സ്ഥാനം വഹിച്ചിരുന്നത്. ആൻഡ് നമ്മൾ ഇന്ന് കാണുന്ന മോണിറ്ററി ആഗ്രിഗേറ്റുകൾ M1, M2, M3, M4 എന്നുള്ളത് സെക്കൻഡ് വർക്കിംഗ് ഗ്രൂപ്പിൻ്റെ നിർദ്ദേശപ്രകാരം, അവരുടെ റെക്കമെൻഡേഷൻ പ്രകാരമാണ് ഇന്ത്യയിൽ RBI സെറ്റ് ചെയ്യുന്നത്. M1, M2, M3, M4 എന്നിങ്ങനെയുള്ള മോണിറ്ററി ആഗ്രിഗേറ്റുകൾ കൊണ്ടുവന്നത്. ഇനി പുതിയ വർക്കിംഗ് ഗ്രൂപ്പിൻ്റെ സജഷൻസ് പ്രകാരം നമ്മൾക്ക് ഏതൊക്കെയാണ് മോണിറ്ററി ആഗ്രിഗേറ്റുകൾ എന്ന് നോക്കാം. M1 വരുന്നത് കറൻസി വിത്ത് ദ പബ്ലിക്, കറൻസി ഡെപ്പോസിറ്റ് വിത്ത് ദ ബാങ്കിങ് സിസ്റ്റം, ഡിമാൻഡ് ലയബിലിറ്റീസ് പോർഷൻ ഓഫ് ദ സേവിംഗ് ഡെപ്പോസിറ്റ്സ് വിത്ത് ദ ബാങ്കിങ് സിസ്റ്റം ആൻഡ് അതർ ഡെപ്പോസിറ്റ്. ഈ അതർ ഡെപ്പോസിറ്റ് എന്താണെന്ന് നോക്കാം. ക്വാസി ഗവൺമെൻറ് ആൻഡ് അതർ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ഒപ്പമുള്ള ഡെപ്പോസിറ്റുകൾ, അതേപോലെ തന്നെ ബാലൻസസ് ഇൻ ദി അക്കൗണ്ട്സ് ഓഫ് ഫോറിൻ സെൻട്രൽ ബാങ്ക്സ് ആൻഡ് ഗവൺമെൻറ്റ്സ്, വിദേശ രാജ്യങ്ങളുടെ, പ്രത്യേകിച്ചും വിദേശ രാജ്യങ്ങളുടെ സെൻട്രൽ ബാങ്കുകളുടെയും അതേപോലെ തന്നെ ഗവൺമെൻറ്റുകളുടെയും കൂടെയുള്ള ട്രാൻസാക്ഷൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഗവൺമെൻറ്റുമായിട്ടും ഇതേപോലെ തന്നെ വിനിമയം നടക്കാറുണ്ട്. സോ അത്തരത്തിലുള്ള അക്കൗണ്ടുകളുടെ ബാലൻസുകൾ, അക്കൗണ്ട്സ് ഓഫ് ഇൻ്റർനാഷണൽ ഏജൻസീസ് സച്ച് ആസ് ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ട്, വേൾഡ് ബാങ്ക് എക്സെട്ര, IMF, വേൾഡ് ബാങ്ക് പോലെയുള്ള അന്താരാഷ്ട്ര സംഘടനകളുമായിട്ടുള്ള ട്രാൻസാക്ഷൻസിൻ്റെ അക്കൗണ്ടും ഇതിനകത്ത് ഉൾപ്പെടുന്നുണ്ട്. അപ്പോൾ M1 ടൈം ഡെപ്പോസിറ്റുകൾ വന്നിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ M1 എന്നുള്ള ഓപ്ഷൻ നമ്മൾക്ക് ഇതിനകത്ത് നിന്ന് ക്യാൻസൽ ഔട്ട് ചെയ്യാം. അപ്പോൾ ഓപ്ഷൻ ബി വരുന്നത്, ഓപ്ഷൻ ബി ഉൾപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് കൊടുത്തിരിക്കുന്ന ഓപ്ഷൻ ഡിയിലാണ്. സോ ഓപ്ഷൻ ഡി നമ്മൾക്ക് ഇനി നോക്കേണ്ട ആവശ്യമില്ല. അടുത്തത് M2ലേക്ക് കിടക്കാം. M2 നോക്കിക്കേ. M2 ഉൾപ്പെടുന്നത് M1 പ്ലസ് ടൈം ലയബിലിറ്റീസ് പോർഷൻ ഓഫ് സേവിങ്സ് ഡെപ്പോസിറ്റ് വിത്ത് ബാങ്കിങ് സിസ്റ്റം പ്ലസ് സർട്ടിഫിക്കറ്റ്സ് ഓഫ് ഡെപ്പോസിറ്റ്സ് ഇഷ്യൂഡ് ബൈ ദ ബാങ്ക്സ്, ടേം ഡെപ്പോസിറ്റ്സ് ഓഫ് റെസിഡൻസ് വിത്ത് എ കോൺട്രാക്ച്വൽ മെച്യൂരിറ്റി ഓഫ് അപ് ടു ആൻഡ് ഇൻക്ലൂഡിങ് 1 year വിത്ത് ദ ബാങ്കിങ് സിസ്റ്റം. സോ അവിടെയാണ് നമ്മൾ നോക്കേണ്ടത്. ടേം ഡെപ്പോസിറ്റ്സ് ഓഫ് ദ റെസിഡൻസ് വിത്ത് എ കോൺട്രാക്ച്വൽ മെച്യൂരിറ്റി ഓഫ് അപ് ടു ആൻഡ് ഇൻക്ലൂഡിങ് 1 year, 1 വർഷം വരെയോ അല്ലെങ്കിൽ കൃത്യം 1 വർഷമോ മെച്യൂരിറ്റി ഉള്ള ടൈം ഡെപ്പോസിറ്റുകൾ ഇതേപോലെ M2 ഉൾപ്പെടുത്തുന്നത്. സോ ഇവിടെ നമ്മളുടെ ചോദ്യം which ones include time deposit of term less than or equal to 1 year but does not include the time deposits with term more than 1 year. So M2 more than 1 year ഉൾപ്പെടുന്നില്ല. അപ്പോൾ NM2 ഓപ്ഷൻ സി വരുന്ന ഉത്തരങ്ങൾ ഏതൊക്കെയാണ്? ഓപ്ഷൻ ബി ആൻഡ് ഓപ്ഷൻ സി. ഈ രണ്ടെണ്ണത്തിൽ ഏതോ ഒന്നാണ് നമ്മളുടെ ശരിയായിട്ടുള്ള ഉത്തരം. ഇനി നമ്മൾക്ക് സി ആൻഡ് ഡി ആണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ NM3 എന്താണെന്നും കൂടെ ഒന്ന് നോക്കേണ്ടതുണ്ട്. നമുക്കതൊന്ന് വെരിഫൈ ചെയ്യണം. M3 അഥവാ NM3 വരുന്നത് M2 പ്ലസ് ടേം ഡെപ്പോസിറ്റ്സ് ഓഫ് റെസിഡൻസ് വിത്ത് എ കോൺട്രാക്ച്വൽ മെച്യൂരിറ്റി ഓഫ് ഓവർ 1 year വിത്ത് ദ ബാങ്കിങ് സിസ്റ്റം. M3 മുമ്പേ പറഞ്ഞതുപോലെ തന്നെ 1 വർഷം വരെ ഉള്ളതുമുണ്ട്, അതേപോലെ തന്നെ 1 വർഷത്തിന് മുകളിൽ മെച്യൂരിറ്റി പീരീഡ് ഉള്ള ടേം ഡെപ്പോസിറ്റുകളും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കൊടുത്തിരിക്കുന്നതിനകത്ത് നിന്ന് ഈ പറയുന്ന ഓപ്ഷൻ ഡി എടുക്കാൻ സാധിക്കില്ല. കാരണം വിച്ച് ഡസ് നോട്ട് ഇൻക്ലൂഡ് ടൈം ഡെപ്പോസിറ്റ് വിത്ത് ടേം മോർ ദാൻ 1 year എന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട്. അതുകൊണ്ട് നമ്മളുടെ ശരിയായിട്ടുള്ള ഉത്തരം ഓപ്ഷൻ സി ഏതിലാണോ വരുന്നത്? സി ഓൺലി. ഓപ്ഷൻ ബി ആണ് നമ്മളുടെ കൃത്യമായിട്ടുള്ള ഉത്തരം. ഓപ്ഷൻ ബി അല്ലെങ്കിൽ NM2 എന്നുള്ളതിനകത്ത് കൊടുത്തിരിക്കുന്നത് എന്തൊക്കെയാണ്? M1 പ്ലസ് ടൈം ലയബിലിറ്റീസ് പോർഷൻ ഓഫ് സേവിങ്സ് ഡെപ്പോസിറ്റ് വിത്ത് ദ ബാങ്ക് സിസ്റ്റം plus certificates of deposit issued by banks plus term deposits of residents with a contractual maturity of up to and including 1 year. 1 വർഷം വരെ മെച്യൂരിറ്റി ഉള്ള ടേം ഡെപ്പോസിറ്റുകൾ കൊടുത്തിരിക്കുന്നത് M2 എന്നുള്ളതിനകത്താണ്. സോ our correct answer is option B, NM2 only.
അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. An economy characterized by huge involuntary unemployment would have an aggregate labor supply curve in a real wage labor supply plane that would be A. positively sloped, B. vertical, C. flat and D. negatively sloped. So ഇവിടെ കൊടുത്തിരിക്കുന്ന ചോദ്യം എന്ന് പറയുന്നത് ഹൈ ഇൻവോളണ്ടറി അൺഎംപ്ലോയ്മെൻ്റ് ഉള്ള ഒരു ഇക്കോണമിയിലെ അഗ്രിഗേറ്റ് ലേബർ സപ്ലൈ കർവിൻ്റെ പ്ലെയിൻ എന്നുള്ളത് പോസിറ്റീവ്ലി സ്ലോപ്ഡ് ആകുമോ, വെർട്ടിക്കൽ ആകുമോ, ഫ്ലാറ്റ് ആകുമോ, നെഗറ്റീവ്ലി സ്ലോപ്ഡ് ആകുമോ എന്നുള്ളതാണ്. സോ നമുക്ക് നോക്കാം. ഓക്കെ, ഇതാണ് നമ്മൾ കെയ്നീഷ്യൻ ഇൻവോളണ്ടറി അണ്ടർ എംപ്ലോയ്മെൻറ്റ് ഇക്വിലിബ്രിയം കാണിക്കുന്ന ആ ഒരു ഗ്രാഫ്. ഈ ഒരു ഗ്രാഫ് നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാകും, ഈ എഫ് എന്നുള്ള പോയിന്റ് ഫുൾ എംപ്ലോയ്മെൻറ്റ് ഇക്വിലിബ്രിയത്തിനെ സൂചിപ്പിക്കുന്നു. ഫുൾ എംപ്ലോയ്മെൻറ്റ് എന്നുള്ള ഇക്വിലിബ്രിയം അല്ല, ഫുൾ എംപ്ലോയ്മെൻറ്റ് എന്നുള്ള പോയിന്റിനെ സൂചിപ്പിക്കുന്നു. അതിനപ്പുറം ഫുൾ എംപ്ലോയ്മെൻറ്റ് കഴിഞ്ഞാൽ ലേബർ സപ്ലൈ കർവ് വേർട്ടിക്കലായിട്ട് പോകുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ആൻഡ് നമ്മളുടെ ഇക്കോണമിയിലെ എംപ്ലോയ്മെൻറ്റ് എവിടെയാണ് എത്തുന്നത്? ഡിമാൻഡ് ഫോർ ലേബറും സപ്ലൈ ഓഫ് ലേബറും ഈക്വൽ ആകുന്ന പോയിന്റിലാണ് ഇക്കോണമിയിലെ ലേബർ മാർക്കറ്റ് ഇക്വിലിബ്രിയം അല്ലെങ്കിൽ എംപ്ലോയ്മെൻറ്റിൻ്റെ ലെവൽ എന്ന് നമുക്കറിയാം. അപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്ന ഇ എന്നുള്ള പോർഷനാണ് ആക്ച്വലി കൃത്യമായിട്ടുള്ള എംപ്ലോയ്മെൻറ്റിൻ്റെ റേറ്റ് കാണിക്കുന്നത്. അപ്പോൾ ആഫ്റ്റർ റീച്ചിങ് ഫുൾ എംപ്ലോയ്മെൻറ്റ് ലെവൽ ലേബർ സപ്ലൈ കർവ് ഗോസ് വെർട്ടിക്കൽ. Point E is where demand for labor is equal to supply of labor, that is equilibrium or actual number of employed people. ഇവിടാണ് ആക്ച്വൽ എംപ്ലോയ്മെൻറ്റ് വരുന്നത്. പക്ഷേ ഫുൾ എംപ്ലോയ്മെൻറ്റ് ലെവൽ എന്നുള്ളത് ഈ പറയുന്ന എഫ് അഥവാ LF എന്നുള്ള പോയിന്റിലാണ്. സോ ഇവിടെ ഇത്രയും ഗ്യാപ്പ് വരുന്നുണ്ട്, ഇത്രയും അധികം ആൾക്കാർ എംപ്ലോയിഡ് അല്ലാതെ നിൽക്കുന്നുണ്ട്. ഇൻവോളണ്ടറി അൺഎംപ്ലോയ്മെൻറ്റ് അത്രയധികം അവിടെയുണ്ട്. സോ ദിസ് ഡിഫറൻസ് ബിറ്റ്വീൻ ഇ ആൻഡ് എഫ് ഷോസ് ഇൻവോളണ്ടറി അൺഎംപ്ലോയ്മെൻറ്റ്. ആൻഡ് നമ്മൾക്ക് തന്നിരിക്കുന്ന ചോദ്യം ഇൻവോളണ്ടറി അൺഎംപ്ലോയ്മെൻ്റ് ഉള്ള ഒരു ഇക്കോണമിയിലെ ലേബർ സപ്ലൈ കർവിൻ്റെ ഏരിയ എന്നുള്ളത്, അല്ലെങ്കിൽ ലേബർ സപ്ലൈ കർവിൻ്റെ ആ ഒരു ഷേപ്പ് എന്നുള്ളത് എങ്ങനെയായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയേ, ഇ ആൻഡ് എഫ് എന്നുള്ളത് വളരെ ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു ലൈനായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഹെൻസ് our answer is option C, where a labor supply plane would be flat in shape. So positively sloped alla, vertical alla, negatively sloped alla, instead it is flat or it is horizontal. So ഇത്രയും കൊടുത്തിരിക്കുന്ന ചോദ്യങ്ങൾ ജൂൺ 2023 അതേപോലെ തന്നെ ഡിസംബർ 2023 നെറ്റ് എക്സാമിന് ചോദിച്ചിട്ടുള്ള 1-2 ചോദ്യങ്ങളാണ്. കുറച്ച് ചോദ്യങ്ങളായിരുന്നു. ഇവ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആൻഡ് ഇതുപോലെയുള്ള കൂടുതൽ ചോദ്യങ്ങൾക്ക് ഞങ്ങളുടെ പുതിയ UGC നെറ്റിൻ്റെ ബാച്ചിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക. ആൻഡ് ഈ ബാച്ചിൻ്റെ പ്രത്യേകത ഇത്തരത്തിലുള്ളതും അതുപോലെ തന്നെ മുൻവർഷങ്ങളിൽ ചോദിച്ചതും അല്ലാത്തതുമായിട്ടുള്ള ചോദ്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. ജൂൺ 2024 തന്നെ നിങ്ങൾക്ക് UGC നെറ്റ് ക്ലിയർ ചെയ്യട്ടെ, അതും JRFോട് കൂടി ക്ലിയർ ചെയ്യട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് കരുതുന്നുവെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളെപ്പോലെ പ്രിപ്പയർ ചെയ്യുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. കൂടുതൽ നിർദ്ദേശങ്ങൾ ഞങ്ങൾക്ക് നൽകണമെന്നുണ്ടെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന കമൻറ്റ് ബോക്സിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഓക്കെ, സോ താങ്ക് യു ഓൾ.